മിശോയിലെ ഏറ്റവും സ്നേഹം എന്ന് പറഞ്ഞവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ബൈബിൾ വായിക്കുന്നുണ്ട്, വചനം ധ്യാനിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും അറിയില്ല എങ്ങനെയാണ് വചനം ധ്യാനിക്കുക, അല്ലെങ്കിൽ വചനം നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല. അതിനുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളൊരു ബൈബിൾ വാക്യം എടുത്തു, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മളൊരു ബൈബിൾ വാക്യം തുറക്കാമെന്ന് വിചാരിക്കും. നമ്മുടെ അടുത്ത് നമ്മളൊരു നോട്ട്ബുക്കും പേനയും നമ്മുടെ അടുത്ത് വയ്ക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ് ഞാൻ വായിക്കുന്നത്. അപ്പം ഞാനതിൽ കുറച്ച് ഭാഗങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. ഓക്കെ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തതിന് മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുള്ളൂ, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ അതിൽ കുറച്ച് വാക്യങ്ങളെ വായിച്ചുള്ളൂ. ഇത് നമുക്ക് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം, പ്രോമിസ്. അപ്പോൾ നമ്മൾ ഓരോന്നും വായിക്കാം, ദൈവം എന്ത് വാഗ്ദാനമാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു വാഗ്ദാനം കണ്ടു, യോഹന്നാൻ്റെ സുവിശേഷം 15:7. അപ്പോൾ ഞാനവിടെ എഴുതി വയ്ക്കുക, യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നതിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിനക്ക് ലഭിക്കും. ഇതാണ് പ്രിയപ്പെട്ട ഒരു വാഗ്ദാനം. ഇത് നമ്മൾ എഴുതി വയ്ക്കുക, കാണാണ്ട് പഠിക്കുക. അപ്പോൾ നമ്മളത് കാണാതെ പഠിക്കും കൂടിയാണ് ചെയ്യുന്നത്. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിനക്ക് ലഭിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, ദൈവം ഇതിൽ നിന്ന് നമ്മളോട് എന്തെങ്കിലും നന്മ ചെയ്യാനായിട്ട് പറയുന്നുണ്ടോ, നമ്മളോട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഈ വചനം ആവശ്യപ്പെടുന്നുണ്ടോ, ചിന്തിക്കണം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. ഇതിൽ പറയുന്നുണ്ട്, നമ്മളോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ആരെന്നിലും, യോഹന്നാൻ 15:5, അത് നമ്മൾ എഴുതി വയ്ക്കാം. യോഹന്നാൻ 15:5, ആരെന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു, അവൻ വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ നമ്മൾ യേശുവിൽ വസിക്കണം എന്നുള്ളൊരു കാര്യം പറയാണ്. പിന്നെ വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ പിന്നെയും വായിച്ചു നോക്കുക, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കണം. ഈശോയുടെ കൽപ്പന പാലിക്കണം. എന്താണ് ഈശോയുടെ കൽപ്പന? ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന. നമുക്കറിയാം 10 കൽപ്പനകളെ 2ആയിട്ട് സംഗ്രഹിച്ചു. അത് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം, തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും അയൽക്കാരെയും സ്നേഹിക്കണം. ഈശോ ഈ സ്നേഹത്തിൻ്റെ കൽപ്പന പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കണം. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു നന്മ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ വാക്യം എഴുതി വയ്ക്കും, യോഹന്നാൻ 15:10. ഓക്കെ, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എന്താണ് ഈശോ എനിക്ക് വേണ്ടി ചെയ്തത്? എന്താണ് ഈശോ എനിക്ക് വേണ്ടി ചെയ്തത്? ഈശോയുടെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നൽകുന്ന വാക്കുകൾ ഇതിലെന്താണ്? എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാതെ പ്രതീക്ഷ അസ്തമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു ഹോപ്പ് തരുന്ന, അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുന്നത് എന്താ, ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് എന്താ, നമ്മളിതിൽ നോക്കുക. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന കാര്യങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 15:3. കണ്ടോ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വചനങ്ങൾ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
ഈശോയെ കൂടാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വചനം പറയാണ്. ഈശോയോട് ചേർന്ന് നിൽക്കാനും ഈശോയെ ചേർന്ന് നിൽക്കുന്നവരെ ഈശോ ശുദ്ധീകരിക്കുമെന്ന് വചനം പറയാം. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഈശോ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? ഈശോയുടെ വചനം നമുക്ക് തരുന്നുണ്ട് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റത്തെ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു ഓൾറെഡി. 4ാമത്തെ കാര്യം, ഈശോ നമുക്ക് നമ്മുടെ ഈ ഒരു തിരക്കുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്ത് വാണിംഗ് ആണ് നമുക്കൊരു തരുന്നത്? ദൈവം നമുക്കൊരു വാണിംഗ് തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളൊന്നുകൂടി ഒന്ന് ശുദ്ധിയിൽ ജീവിക്കാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണത്. എന്താണ് വാണിംഗ്? ഇവിടെ പറയുന്നുണ്ട്, എനിക്ക് തോന്നിയൊരു വാണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 15:6, എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുന്നു, അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നിയ വലിയൊരു മുന്നറിയിപ്പ്, ഈശോ തരുന്നൊരു മുന്നറിയിപ്പ് പോലെ എനിക്ക് തോന്നും. ഈശോയിൽ വസിക്കുന്നില്ലെങ്കിൽ, ഈശോയിൽ വസിക്കാതെ നീ നിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണ്, നിൻ്റേതായ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ നീ നിത്യനരകത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ചിന്തിക്കുക. ദൈവം പറഞ്ഞിട്ടുണ്ട്, ജീവനും മരണവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക, നിനക്ക് തീരുമാനിക്കാം ഏതാ വേണ്ടത് എന്നെനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണത്. കണ്ടോ? അപ്പോൾ യോഹന്നാൻ 15:6 എനിക്കുള്ളൊരു മുന്നറിയിപ്പ് പോലെ തോന്നുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ട്, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. ഇപ്പം ഞാനും നിങ്ങൾ കുറച്ചൊക്കെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരും. എന്തിനാണെന്നറിയോ? നമ്മളെ കുറച്ചുകൂടിയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ളവരാക്കി മാറ്റാൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ ഒരു 4 കാര്യങ്ങൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ അത് വലിയൊരു ദൈവാനുഭവം നമുക്ക് തരും. ഇതുപോലെ വചനത്തെ നമ്മൾ സ്വീകരിക്കും. ഓരോ ദിവസവും ഇതുപോലെ ഓരോ ഭാഗങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കുക, ഏതൊക്കെയാണ് വായിക്കേണ്ടതെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് റാൻഡംലി വായിച്ചു പോകാം, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് ധ്യാനിക്കാം. ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഈശോയുള്ള സ്നേഹത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാലോ? ഓക്കെ, നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന ബോധ്യങ്ങൾ നിങ്ങൾ പറയണം, കമൻറ്റ് ബോക്സിൽ പറയണം. ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.